പെട്ടെന്ന് പേര് കണ്ടപ്പോഴത്തേക്ക് ഇടത്ത് വശത്തെ കള്ളൻ എന്നാണ് ഞാൻ വായിച്ചത്. പക്ഷേ ശരിക്കും ഇടത്ത് വശത്തെ കള്ളനല്ല, വലത്ത് വശത്തെ കള്ളനാണ്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗംഭീര ആക്ടേഴ്സ്, ബിജുമേനനായിരുന്നാലും ജോർജ് ജോർജ് ആയിരുന്നാലും, ഇവരെ രണ്ടുപേരെയും മലയാളത്തിൻ്റെ ത്രില്ലർ കിങ് എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ രണ്ടുപേരുടെയും ജിത്തു ജോസഫിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല. 100% നല്ല സിനിമയായിരിക്കും എന്നുള്ള ഉറപ്പിലാണ് ഈ സിനിമ കാണാൻ പോയത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിനെ ഒട്ടും കുറച്ചില്ല. പിന്നെ ഇതൊരു സിനിമാറ്റിക് ത്രില്ലറാണ്. സിനിമാറ്റിക് ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് ലോജിക്കൊക്കെ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വരും. കാരണം ഇല്ലോജിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഈ സിനിമയുടെ ആ ഒരു ത്രില്ലർ അൺവെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ അതിനെ ആ ഒരു ജിക്സോ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കുറേ ക്യാരക്ടേഴ്സ്, സന്ദർഭങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഇട്ടിട്ട് അതിങ്ങനെ അടുക്കിയാണ് സിനിമ കൊണ്ടുവരുന്നത്. അപ്പോൾ പലപ്പോഴും ലോജിക്ക് മിസ് ചെയ്യും. എങ്കിലും സിനിമാറ്റിക്കായിട്ട് നമ്മൾ അതിനെ നോക്കി കാണുമ്പോഴത്തേക്ക് ഗംഭീര സിനിമയാണ്. സിനിമ എഴുതിയിരിക്കുന്നത് ഡിനു തോമസ് ഈലനാണ്. അപ്പോൾ ഈ 2 സ്റ്റാർസിനെ നല്ല ഗംഭീരമായിട്ട് സിനിമയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ത്രില്ലർ ജോൺറയ്ക്ക് ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഒരു മ്യൂസിക്കൽ അപ്രോച്ചാണ് പിടിക്കുന്നത്. അത് നന്നായിട്ട് വർക്കാകാറുണ്ട്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അത്തരം മ്യൂസിക് എത്രത്തോളം വർക്കാവും എന്നുള്ളൊരു ആശങ്ക നമുക്ക് തോന്നിക്കും. പക്ഷേ എങ്കിലും നല്ല മെർജായി, നല്ല സിങ്ക്രണൈസ്ഡ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പല സീൻസിലും ആ സീൻ എലിവേഷൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ അറ്റ്മോസ്ഫിയറിലൊക്കെ നല്ലൊരു എഫക്റ്റ് തരുന്നുണ്ട്. ആ ഒരു സിനിമയുടെ ഓരോ സിറ്റുവേഷനെ നന്നായിട്ട് എൻറിച്ച് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്, വിഷ്ണു ശ്യാമാണ്. സോ ഈ വിഷ്ണു ശ്യാം വേറെ എവിടെയും കേട്ടായിരുന്നല്ലോ ഈ അടുത്ത്. വിഷ്ണു ശ്യാം നല്ല കമ്പോസിഷൻ, നല്ല രസമുണ്ട്. ഇതിനകത്ത് പാട്ടുകളൊന്നുമില്ല. നേരിലും ഇദ്ദേഹമാണ്, നേര്, കൂമൻ, ഈ സിനിമകളിലൊക്കെ പുള്ളിക്കാരനാണ്. ഇതെല്ലാം ജിത്തുവിൻ്റെ സിനിമകൾ തന്നെ. ഇപ്പോൾ സിനിമ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ജോൺറയോട് നീതി പുലർത്തുന്ന രീതിയിലാണ്. അത് ആ വേ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. അവിടെയാണ് ജിത്തു ജോസഫ് ഒരു ലെജൻഡറി ഡയറക്ടറായി മാറുന്നത്. പണ്ട് ജോഷി സാറായിരുന്നു ഇതുപോലെ. ഏതൊരു കുഞ്ഞ് സ്ക്രിപ്റ്റ് ആയിരുന്നാലും ചെറിയൊരു ത്രെഡ് മതി, പക്ഷെ പുള്ളി അത് സിനിമ ആക്കി എടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഒരു വ്യൂവറിനൊരു സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സിമ്പിൾ ത്രെഡിലായിരുന്നാലും ജോഷി സാറിന് കഴിയുമായിരുന്നു. എന്നാൽ അതുപോലൊരു ഡയറക്ടറാണ് ജിത്തു ജോസഫ്. അദ്ദേഹം എങ്ങനെയൊക്കെ ഏത് സിമ്പിളായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നാലും അദ്ദേഹം അതിനൊരു ത്രില്ലർ മൂഡിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് എടുത്ത് അങ്ങോട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഗംഭീര സിനിമയായിരിക്കും, ഗംഭീര തിയേറ്റർ അനുഭവമായിരിക്കും. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മൾക്ക് ഒരു ക്യാരക്ടറിനെ രജിസ്റ്റർ ചെയ്യും, ഇതാണ് ആൾ എന്ന് നമുക്ക് നല്ല പക്കായിട്ടത് മനസ്സിലാക്കി തരും. പിന്നെ അടുത്ത ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ക്യാരക്ടറിന്, അതായത് 2 ക്യാരക്ടേഴ്സാണ് കോർ ക്യാരക്ടേഴ്സ്, അവർ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി വെച്ച് തന്നെ നമുക്ക് സിനിമയെക്കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളങ്ങ് സിനിമയിൽ ഇന്നായി കഴിയും. പിന്നെ അങ്ങോട്ട് സിനിമയുടെ സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് ആ ഒരു ഇടയ്ക്ക് ഒരു സ്ഥലത്തു നിന്ന് പോലും നമ്മൾ സിനിമയിൽ നിന്ന് ഔട്ടാവുന്നില്ല. അതാണ് ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതി. സ്ക്രിപ്റ്റും വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ജിത്തു ജോസഫ് എഴുതാത്ത സ്ക്രിപ്റ്റ് വേറെ ആരെങ്കിലും എഴുതുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൂടി തന്നെ അതിനകത്ത് ആ ഒരു ജിത്തു ജോസഫ് മാജിക്കും കൂടെ വരുമ്പോഴത്തേക്ക് സിനിമ വേറെ ലെവലിലായിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫോം ആവും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ സിനിമയുടെ അകത്തും കാണാനുണ്ട്. ഗംഭീര തിയേറ്റർ അനുഭവമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ അടുത്ത് 2-3 സിനിമകൾ കണ്ടിട്ട് ഞാൻ പല സിനിമകളും ഒഴിവാക്കിയതാണ്. ഇനി അങ്ങോട്ട് സിനിമകൾ നല്ല റിവ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കാണാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. കാരണം വെറുതെ ഈ ഹൈപ്പും കാണിച്ച് കുറച്ച് കട്ട്സൊക്കെ വെച്ച് കുറേ ഉടായ്പ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് വെച്ചിട്ട് അതിലൊരു എന്തൂസിയാസം ക്രിയേറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് ആളിനെ എത്തിക്കുക. കാരണം ഈ സിനിമ വർക്ക് ചെയ്യുന്ന റൈറ്ററോ ഡയറക്ടറോ ഒന്നും അല്ല ഇതിൻ്റെ കട്ട്സ് ചെയ്യുന്നത്. ഡയറക്ടറുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, പക്ഷേ എങ്കിൽ പോലും ഒരു പ്രോഡക്റ്റ് എടുത്താൽ അതിനെ എങ്ങനെ ഷോക്കേസ് ചെയ്യുക, അല്ലെങ്കിൽ പരസ്യത്തിൽ എങ്ങനെ ഷോക്കേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കട്ട്സ് വരുന്നത്. അപ്പോൾ അവിടെ പലപ്പോഴും നമ്മളെ ഫൂൾ ചെയ്യുന്നതല്ല, അതായത് നമ്മളെ മിസ്ഗൈഡ് ചെയ്ത് കുറേ കട്ട്സ് കാണിച്ചിട്ട് സിനിമ വിജയിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ജിത്തു ജോസഫിൻ്റെയൊക്കെ സിനിമ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയുള്ള, ഞാൻ ഈവൻ ട്രailer പോലും കാണാതെയാണ് ഈ സിനിമ കണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഫേസ് കണ്ടപ്പോഴേ ഞാൻ ശരിക്കും ജിത്തു ജോസഫിൻ്റെ സിനിമയാണെന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. ആദ്യം ഇവരുടെ രണ്ടുപേരുടെ ഫേസ് കണ്ടപ്പോഴേ ഇതെന്തായാലും കാണണമെന്ന് ഉറപ്പിച്ചിരുന്നു. പിന്നീടാണ് ജിത്തു ജോസഫാണ് ഇത് സംവിധാനം ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കിയത്. സോ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ പറയും. കാരണം ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് വൺ അമംഗ് ദ ബെസ്റ്റ് മൂവി ഇൻ 2026. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൂവിക്ക് ഔട്ട് ഓഫ് 10
9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.